നമുക്കറിയാം കെ സുധാകരൻ വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഓളമുണ്ടാക്കുന്ന ആളാണ്. CPM പാർട്ടിയുമായി നേരിട്ട് നേർക്കുനേർ അടിച്ചു നിൽക്കുന്ന ആളാണ് കെ സുധാകരൻ. അദ്ദേഹം നടത്തിയ ആദ്യത്തെ ശ്രമം പാർട്ടിയെ സെമി കേഡറാക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായി ബൂത്ത് കമ്മിറ്റികൾ ആരംഭിക്കുന്നു. പാർട്ടിയുടെ ഏറ്റവും താഴെ തലത്തിൽ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് സമാനമായി യൂണിറ്റ് കമ്മിറ്റികൾ എന്ന സമീപനത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ അത് പൂർണ്ണമായി നടന്നിട്ടില്ല എങ്കിൽ പോലും കോൺഗ്രസിനെ ഒരു സുഘടിതമായ സംഘടനയാക്കി മാറ്റുക എന്ന ഗോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോ കെ സുധാകരനെ വിശ്വസിച്ചാൽ അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കുകയാണ്. ആരോഗ്യമില്ലെങ്കിൽ ഞാൻ ചികിത്സ തേടില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആരോഗ്യമില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റാൻ പോകുന്നു ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അത് എന്റെ പാർട്ടിയിലെ തന്നെ ചിലരാണെന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അഭിലാഷേ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കെ സുധാകരൻ KPCC അധ്യക്ഷനായി ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ മാറ്റുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. മാറ്റുന്നുള്ള വലിയ പ്രചരണം എല്ലാ ചാനലുകളിലും അഴിച്ചുവിട്ടിരുന്നു. ഇപ്പോൾ വർഷം 4 ആയി. ശരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു PCC അധ്യക്ഷനെ മാറ്റാൻ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ പോലും വേണ്ടി വരില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രോസസ്സിങ് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും. അരമണിക്കൂർ 1 മണിക്കൂർ മതി. കാരണം PCC അധ്യക്ഷന്മാരെന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളവരും അവർ ചുമതലയാക്കാൻ പറയുമ്പോൾ ചുമതലയേൽക്കുകയും അവർ പുറത്തു പോകാൻ അല്ലെങ്കിൽ ചുമതലയിൽ നിന്ന് മാറാൻ പറയുമ്പോൾ ചുമതലയിൽ നിന്നും മാറേണ്ടവരുമാണ്. അത് കെ സുധാകരനായാലും ഇന്ത്യയിലെ മറ്റ് 27 സംസ്ഥാനങ്ങളിലെ PCC അധ്യക്ഷന്മാരായാലും അത് തന്നെയാണ്. പിന്നെ ഇവിടെ എന്താണ് പ്രശ്നം സംഭവിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ കെ സുധാകരൻ്റെ മാരകമായൊരു പ്രഹരശേഷിയെ ഹൈക്കമാൻഡ് വളരെ സംശയത്തോടെയാണ് കാണുന്നത്. അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയാൽ ഒരുപക്ഷെ അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നതിനെക്കുറിച്ച് കേരളത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഇടയിലും ചില ആശങ്കകളുണ്ട്. കാരണം നമുക്കറിയാം കെ സുധാകരൻ കടത്തി പറയുന്ന ആളാണ്, വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്, മൂർച്ചയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. ശരിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അൺസെറിമോണിയസ് എക്സിറ്റ് ആണ് എങ്കിൽ അദ്ദേഹം പ്രതികരിക്കുമായിരിക്കും. അതുമാത്രമാണോ? പണ്ടൊരിക്കൽ BJPയിലേക്ക് പോകുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് പോകണമെന്ന് തോന്നിയാൽ, ഞാൻ പോകണമെന്ന് തീരുമാനിച്ചാൽ I will go with BJP എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ BJPയിൽ പോകും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പോകണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ പോകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ വേണമെങ്കിൽ BJPക്ക് ഒരു ഹൈ പ്രൊഫൈൽ നേതാവിനെ കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന വിധത്തിലായി പോകുമോ എന്നൊക്കെയുള്ള കടന്ന ആശങ്ക കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടോ? അല്ല, ഞാനിപ്പോൾ മറ്റേ അഭിലാഷ് പറഞ്ഞ ആശങ്ക എനിക്കില്ല. പക്ഷേ എന്നാലും അതുപോലെ തന്നെ അദ്ദേഹം ഒരു പക്ഷേ വളരെ ശക്തിയായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തിയാൽ 2026 തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ CPM പോലുള്ള അല്ലെങ്കിൽ BJP പോലുള്ള കക്ഷികളാൽ ഉപയോഗിക്കപ്പെടും, അത് ഇപ്പോഴുള്ള ഒരു ഓർഡറിനെ ഡിസോർഡർ ആക്കി മാറ്റില്ല എന്നുള്ളൊരു ആശങ്ക കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ടാണ് ഈ സമയം ഇത് ദീർഘിപ്പിച്ചു പോകുന്നത്. ഈ ശരിക്കും PCC അധ്യക്ഷനെ മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സമയം കൃത്യം 1 മണിക്കൂറിൻ്റെ അരമണിക്കൂറിൻ്റെ ആവശ്യമില്ല. പക്ഷേ കെ സുധാകരൻ ആയതുകൊണ്ടും പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കെ സുധാകരൻ ആയതുകൊണ്ടും കെ സുധാകരനെ റീപ്ലേസ് ചെയ്ത് തന്നെ ആളുകൾക്ക് എത്ര കണ്ട് കേരളത്തിലെ കോൺഗ്രസ് അണികൾക്കിടയിലൊക്കെ സ്വാധീനം ഉണ്ട് എന്നുള്ളത് കൊണ്ടും അങ്ങനെ ഈ കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് ഹൈക്കമാൻഡ് അല്പം ഭയക്കുന്നത്. ഇപ്പോൾ കെ സുധാകരനെ മാറ്റിയിട്ട് ഒരു പ്രമുഖനായ ഒരു വളരെ ജനപിന്തുണയുള്ള കോൺഗ്രസ് നേതാവിനെ PCC പ്രസിഡന്റ് ആക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അവർ അത് കൃത്യമായിട്ട് അരമണിക്കൂർ കൊണ്ട് ചെയ്യും. പക്ഷേ കെ സുധാകരന് പകരം വരുന്നവരാരാണ്? ഈ ചോദ്യം ഇങ്ങനെ ഈ പലരെയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ തന്നെ ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ ചില കാര്യങ്ങൾ പുറത്തുവിട്ട് തുടങ്ങി. കത്തോലിക്ക സഭ അധ്യക്ഷന്മാരുടെ പേരുകൾ ഹൈക്കമാൻഡ് കൈമാറി. അത് ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ വ്യാജം അല്ലെങ്കിൽ അർത്ഥമായിരിക്കാം. പക്ഷേ ഇതെല്ലാം പലപ്പോഴും പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പല സമുദായങ്ങളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് മുഴുവൻ കറങ്ങി കിടക്കുകയാണ്. ഇതൊക്കെ കോൺഗ്രസിന് ഉണ്ടാക്കുന്ന ചില തിരിച്ചടികൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. കാരണം കത്തോലിക്ക സഭ ഒരു KPC പ്രസിഡന്റിനെ നിർദ്ദേശിക്കാൻ ഇത് കൊടുത്തു എന്നുള്ളത് ഒരുപക്ഷെ വാർത്തയ്ക്ക് അടിസ്ഥാനരഹിതമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ആ വാർത്തകൾ സാധാരണക്കാരന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കിടന്ന് കറങ്ങുമ്പോൾ വീണ്ടും അതൊരു സാമുദായിക അസന്തുലിതാവസ്ഥയെ കേരളത്തിൽ സൃഷ്ടിക്കാം. കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അയാൾ ഒരു കത്തോലിക്കനായിരിക്കണം. കത്തോലിക്കരിലെ ആര് എന്ന മട്ടിലാണ് ആലോചനയെങ്കിൽ സ്വാഭാവികമായും സഭ കുറിപ്പ് കൊടുത്താലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ചർച്ച നടക്കുമല്ലോ. അല്ല, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് കോൺഗ്രസിന് ദൂരവ്യാപകമായിട്ട് പ്രത്യേകത ഉണ്ടാക്കിയേക്കാം. കാരണം വെച്ചാൽ ഇപ്പോൾ ആന്റണിയുടെ മെറിറ്റിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. അദ്ദേഹം KSUവിലെ യൂത്ത് കോൺഗ്രസിലൊക്കെ വളരെ സജീവമായിട്ട് വന്ന ആളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മെറിറ്റ് ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ ഈ ലേബലിലാക്കുന്നത് എന്തിനാണ്? അദ്ദേഹം ഒരു കത്തോലിക്കനാണ്, അതുകൊണ്ട് ആന്റണിയെ പ്രസിഡന്റ് ആക്കാം എന്ന് പറയുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്ന തുല്യമാണ്. കാരണം ആന്റണിയെ പ്രസിഡന്റ് ആക്കാം, ശരി, ഓക്കെ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവസാനിക്കും.
പിന്നെ സുധാകരന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഹൈക്കമാൻഡിന് കഴിവുണ്ടല്ലോ, അവർ ചെയ്യട്ടെ. പക്ഷേ ഈ സുധാകരനെ മാറ്റുന്നു എന്നുള്ളതിന്റെ ഒപ്പം തന്നെ അതിനോടൊപ്പം വരുന്ന ഇത്തരം പ്രചരണങ്ങളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുകയും കോൺഗ്രസിന്റെ സാധ്യതകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നത്. സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്ന് മാറ്റുന്നതിനേക്കാൾ, സുധാകരന്റെ പ്രതികരണം രൂക്ഷമാവുകയോ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ വരുന്നത് ഇത്തരം പ്രചരണങ്ങൾക്ക് ഇടം കിട്ടും എന്നുള്ളതാണ്. അത്തരം പ്രചരണങ്ങൾക്ക് ഇടം കിട്ടുന്നത് അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ദുരൂഹമായിട്ട് കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കും. അത് ഗുണം ചെയ്യുക CPM-നും മൂന്നാം തവണയും ശരിയായ നിരീക്ഷണവുമാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് വർഷം എന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്.